ബഹുമാനീയനായ ഈ അനുസ്മരണ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷില്ലർ സ്റ്റീഫൻ, ഏറെ ബഹുമാനീയനും സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയും കൂടിയായ ബഹുമാനീയനായ ശ്രീ കെ മുരളീധരൻ അവർകൾ, ശ്രീ കിരൺ ബാബു, ശ്രീമതി അനുഭവാനി നായർ, ശ്രീ ആദികേശവൻ സാർ, സുരേഷ് വെള്ളിമംഗലം, ശ്രീ ജി പ്രമോദ്, മറ്റ് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് മുമ്പ് രണ്ടുപേരും പറഞ്ഞതുപോലെ 7 വർഷം മുമ്പുള്ള ഒരു പുലർച്ചെയാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഇന്ന് നാം ഇവിടെ അയവിറക്കുന്നത്. തിരുവനന്തപുരത്തിൽ നിങ്ങളിൽ പലരുടെയും ഇടയിൽ ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടന്ന ഒരു ചെറിയ കുറിയ, എന്നാൽ ഭാവിയിൽ പ്രതിഭാശാലിയാകേണ്ടിയിരുന്ന, ഒരുപക്ഷെ ദൈവം ആയുസ് കൊടുത്തെങ്കിൽ അത്യുന്നതങ്ങളിൽ വിരാജിക്കാൻ ഇടവരാൻ വന്നേക്കാവുന്ന ഒരു സഹോദരനെ, സുഹൃത്തിനെയാണ് KM ബഷീറിന്റെ ആ കൊലപാതകത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത്. സംസ്ഥാനത്തെ മാധ്യമ സമൂഹം ഒറ്റക്കെട്ടായി സംഘടിതമായി ഒരുമിച്ച് നിന്നതിൻ്റെ ഫലമാണ് ആ സംഭവത്തിന് ഇടയായ, അതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ അപ്പോൾ സസ്പെൻഡ് ചെയ്യുകയും ഒരു അഡീഷണൽ DGPയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ബഷീറിന്റെ കുടുംബം പെരുവഴിയിലാകരുത് എന്നുള്ള കരുതൽ പത്രപ്രവർത്തക യൂണിയനും മാനേജ്മെന്റും ഒക്കെ ഗവൺമെന്റിന് മുന്നിൽ വെച്ചപ്പോൾ ആ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് നാട്ടിൽ തന്നെ ഒരു തൊഴിൽ കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തത് സംഘടിതമായ ചെറുത്തുനിൽപ്പിന്റെ ഫലമായിട്ടാണ്. പക്ഷെ അതോടൊപ്പം നമുക്കറിയാം, ആ സംഭവം നടന്ന ആദ്യ നിമിഷങ്ങളിൽ എന്ത് സംഭവിച്ചോ ആവർത്തിച്ച് ഇന്നും ആ കേസ് അട്ടിമറിക്കാനും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. 2019 ഓഗസ്റ്റ് മാസം 3-ാം തീയതി പുലർച്ചെയാണ് ആ ആകസ്മിക സംഭവം നടന്നതെങ്കിൽ ആ പ്രതിക്ക് 9 മണിക്കൂറിലേറെ രക്തസാമ്പിൾ ശേഖരിക്കാതെ അയാളുടെ സിരകളിലൂടെ ഒഴുകിയിരുന്ന മദ്യത്തിൽ ആൽക്കഹോളിന്റെ അംശം ഉണ്ട് എന്ന് ശാസ്ത്രീയമായ വിശകലനത്തിലൂടെ തെളിയിക്കാൻ കഴിയാത്ത വിധത്തിൽ അയാൾക്ക് പോലീസിന്റെ കക്ഷത്ത് നിന്ന് ഊർന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നു. ആ സംഭവം നടന്ന് സെക്കൻഡുകൾക്കകം തന്നെ ആ വാഹനം സംഭവ സ്ഥലത്ത്, സെക്കൻഡുകൾ എന്ന് പറയാം, യഥാർത്ഥത്തിൽ ഞങ്ങളിൽ പലരും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പേര് ഞാൻ പറയുന്നില്ല, മാധ്യമ സുഹൃത്തുക്കൾ സംഭവ സ്ഥലത്ത് അറിഞ്ഞ് ഓടിയെത്തുമ്പോൾ നമ്മൾ കാണുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസറും ഇല്ല. അവിടെ ചുമതലയിലുണ്ടായിരുന്ന SA റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇയാളുമായി ജനറൽ ഹോസ്പിറ്റലിൽ പോയി. 1-ാം പ്രതി IAS ഉദ്യോഗസ്ഥനുമായി ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, അയാള് മദ്യം മണക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ പരിശോധന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് അയാളുടെ സുഹൃത്തിന്റെ വാഹനത്തിൽ അയാളെ കയറ്റി അയക്കുകയും ഇയാൾ പിന്നാലെ പോവുകയുമാണ്. അതേസമയം തന്നെ കാറിലുണ്ടായിരുന്ന പെൺ സുഹൃത്തിനെ പോലീസ് ഉദ്യോഗസ്ഥൻ യൂബർ വിളിച്ച് അയാൾ കയറ്റി വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ തന്നെ സീൻ മാറുകയാണ്. പക്ഷേ പോലീസിന് ആവശ്യമായ സ്റ്റേഷനിൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പോലും ക്ഷണവേഗത്തിൽ
ആ സംഭവം നടന്ന കാർ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു. ആര് വന്നു, എങ്ങനെ വന്നു എന്നുള്ള ഇപ്പോഴും അജ്ഞാതമാണ്. അത്ര കഠിനമായ ഇടപെടൽ ആ പാതിരാക്ക് നടന്നു. 1 മണിക്കാണ് സംഭവം. ആ 1 മണിക്കും 1:10 ഇടയ്ക്ക് തന്നെ കാർ അവിടെ നിന്ന് മ്യൂസിയം വളപ്പിലേക്ക്, പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക്, ഉള്ളിലേക്ക് അത് മാറ്റി കൊണ്ടുപോകാൻ കഴിഞ്ഞു. ശ്രീ ധനസുമോദ് ഉൾപ്പെടെയുള്ള, ഇന്ന് ഡൽഹിയിൽ മീഡിയ വണ്ണിന്റെ ചുമതലക്കാരനായുള്ള ധനസുമോദ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ സ്ഥലത്തെത്തി KM ബഷീറിന്റെ ഐഡന്റിറ്റി കാർഡും മറ്റും ബഷീറിനെ കണ്ടാൽ തിരിച്ചറിയില്ലായിരുന്നു. ഐഡന്റിറ്റി കാർഡ് കൊണ്ടാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ തിരിച്ചറിഞ്ഞ് ആ വിഷയത്തിൽ മാധ്യമ സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പാതിരായ്ക്ക് ആരോ ഇടിച്ചു തെറിപ്പിച്ച് കൊലപ്പെടുത്തി എന്നായിരിക്കും അടുത്ത ദിവസം നമ്മൾ പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. ആ നിലയിൽ ഒരു സംഭവമാക്കി മാറ്റാനാണ് അന്ന് പോലീസും അതിനുവേണ്ടി ശ്രമിച്ചവരും കരുതിയത്. പക്ഷേ മാറി, രംഗം മാറി. അന്വേഷണം നടന്നു. കൃത്യം 6 മാസം തികയുന്നതിന് മുമ്പ് അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് കോടതിയിലെത്തി എന്നുള്ളതും നമുക്ക് മറ്റ് പല കേസുമായി നോക്കുമ്പോൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടാണ് കുറ്റപത്രം എത്തുക. പക്ഷെ ഈ വിഷയത്തിൽ കുറ്റപത്രം കൃത്യമായ 6 മാസത്തിനുള്ളിൽ എത്തി. വിചാരണ നടക്കുന്ന വേളയിൽ അവിടെ തിരുവനന്തപുരം അഡീഷണൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 പരിഗണിച്ചിരുന്ന കേസ് സ്വാഭാവികമായും നരഹത്യയും തെളിനശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുള്ളത് കൊണ്ട് തന്നെ സെഷൻസിലേക്ക് റെഫർ ചെയ്യപ്പെട്ടു. സെഷൻസിൽ കേസ് പരിഗണിച്ച് 2024 ഡിസംബറിൽ എല്ലാ 95 പ്രതികളെയും നോട്ടീസ് നൽകി വിചാരണയ്ക്ക് നടപടികൾ തുടങ്ങി. അപ്പോഴാണ് പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വിചാരണയുമായി ഒന്ന് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. CBI ഉൾപ്പെടെ അവർ ഏറ്റുപോയ കേസുകളുണ്ട്, അതുകൊണ്ട് ഷെഡ്യൂൾ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങ് മാറിപ്പോയി. ജനുവരിയിൽ കോടതി വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ പുതിയൊരു വാദം വരുന്നു. B രാമൻപിള്ള എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖ അഭിഭാഷകൻ, ഹൈക്കോടതിയിലെ അഭിഭാഷകൻ, ഈ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരാകാൻ പോകുന്നു. അദ്ദേഹത്തിന് പടിക്കെട്ട് കയറാൻ, ഗോവണി കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് താഴെ നിലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കോടതിയിലേക്ക് ഈ കേസ് മാറ്റണം എന്ന് പറയുന്നു. ആദ്യം ആ വാദമില്ല. ആദ്യം അഭിഭാഷകന്റെ സൗകര്യത്തിന് വേണ്ടി തീയതി മാറ്റണം എന്ന് പറഞ്ഞെങ്കിൽ രണ്ടാമത് പരിഗണിച്ചപ്പോൾ പുതിയ അഭിഭാഷകൻ വരുന്നു, അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് കോടതി മാറ്റണം എന്ന് പറഞ്ഞു. ജില്ലാ കോടതി സ്വാഭാവികമായും എതിർത്തില്ല. നേരെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക്, സെഷൻസ് 4ലേക്ക്, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറി. 2026 2 വർഷക്കാലം പോയി. നിരന്തരമായി അതിന്റെ പിന്നാലെ നടന്നുവെങ്കിലും 2 മാസം പ്രത്യേകിച്ച് 2 വർഷം പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഈ 2026 ഏപ്രിൽ മാസം 16-ാം തീയതി മുതൽ വീണ്ടും ഷെഡ്യൂൾ ചെയ്തു വിചാരണയ്ക്ക്. അപ്പോഴത്തേക്ക് 6-ാം തീയതി പുതിയ സബ്മിഷൻ വരുന്നു. അതെന്താണ്? അഭിഭാഷകന് തന്നെ, പ്രോസിക്യൂട്ടർക്ക് തന്നെ അസൗകര്യമാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അസൗകര്യം എന്ന് പറഞ്ഞ് പുതിയ ഇടപെടൽ വരുന്നു. അങ്ങനെ മാറി. ഓഗസ്റ്റ് 1 മുതൽ വിചാരണയ്ക്ക് വീണ്ടും നോട്ടീസ് കൊടുത്തു. മിനിയാന്ന് ശനിയാഴ്ച മുതൽ വിചാരണയ്ക്കായി നോട്ടീസ് സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4-ാം കോടതിയിലെ പ്രോസിക്യൂട്ടർ സ്വയമേവ ഒഴിഞ്ഞുകൊണ്ട് 5-ാം കോടതിയിലെ പുതിയ പ്രോസിക്യൂട്ടർക്ക് ചുമതല കൈമാറി. അപ്പോ കേസ് തുടങ്ങിയപ്പോഴുള്ള പ്രോസിക്യൂട്ടർ 1-ാം കോടതിയിലെ പ്രോസിക്യൂട്ടർ ഇല്ല. അയാൾ കേസ് നന്നായി പഠിച്ച ആളാണ്. ആ ജഡ്ജില്ല. ആ സീൻ അങ്ങനെ മാറി. 4-ാം കോടതിയിൽ ആരാണോ വാദിക്കേണ്ടിയിരുന്നത്, പ്രതിക്കെതിരായി വാദിക്കേണ്ടിയിരുന്നത്, ആ അഭിഭാഷകൻ, ആ പ്രോസിക്യൂട്ടർ, അയാൾ സ്വയം ഒഴിയുന്നു. 5-ാം കോടതിയിലെ പുതിയ അഭിഭാഷകൻ ഇപ്പോൾ രംഗത്ത് വരുന്നു. വളരെ വിചിത്രം എന്ന് പറയട്ടെ. ഇന്നലെയും ഇന്നുമായി സംഭവിച്ച കാര്യം, ശനിയാഴ്ച പ്രഥമ വിവര കൊടുത്ത ആള് എന്നുള്ള നിലയ്ക്ക് 1-ാം സാക്ഷിയായി എന്നെ വിസ്തരിച്ചു. ഇന്ന് എന്നെ ക്രോസ് ചെയ്യേണ്ട ദിവസമാണ്. ക്രോസ് ചെയ്യപ്പോൾ ശ്രീ B രാമൻപിള്ള ഓൺലൈനിലൂടെയാണ് നേരിട്ട് ഹാജരാകുന്നവന്. അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് വേണ്ടി തരപ്പെടുത്തിയ, അനുവദിച്ച കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിന് പകരം അദ്ദേഹം ഓൺലൈൻ വഴിയാണ് ഇന്ന് എന്നെ വിസ്തരിച്ചത്. അതേ ഘട്ടത്തിൽ മാധ്യമ സമൂഹത്തിന്റെ, മിസ്റാജിനെ സ്നേഹിക്കുന്നവരുടെ അറിവിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള
അറിവിന് വേണ്ടി പറയുന്നു, ഈ ഘട്ടത്തിൽ 7 വർഷം പൂർത്തിയാകുന്ന ദിവസത്തിൽ വളരെ നിർണായകമായ ഒരു ഇടപെടൽ ബഷീറിന്റെ കുടുംബത്തെ ഇതുവരെ കേസിനോ ബഷീറിന്റെ കുടുംബത്തിന് ആവശ്യമായ സംരക്ഷണ കാര്യത്തിനോ നാളിതുവരെ മാധ്യമ സുഹൃത്തുക്കളും മാനേജ്മെന്റും അല്ലാതെ കുടുംബത്തെ നമ്മൾ ഇതിൽ ബന്ധപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഈ നിർണായക ഘട്ടത്തിൽ ബഷീറിന്റെ വിധവ വിക്ടിം ഇന്ന് കോടതിയിൽ ഒരു ഫയൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് നിരന്തരമായ അട്ടിമറിയാണ്. കോടതി മാറ്റവും പ്രോസിക്യൂട്ടറുടെ മാറ്റവും യാദൃച്ഛികമല്ല. അതുകൊണ്ട് അത് റദ്ദ് ചെയ്യണമെന്നും വളരെ കോമ്പീറ്റന്റ് ആയ ഒരു അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നതിന് കഴിഞ്ഞ ദിവസം സർക്കാരിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിച്ച് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്ന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. സാധാരണഗതിയിൽ അത് നാളെ പരിഗണിക്കും. ടുഡേ ആയിട്ടാണ് അത് ഫയൽ ചെയ്തിട്ടുള്ളത്. നാളെ പരിഗണിക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ നാൾവഴി. ബഷീറിനെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമരംഗത്തും പൊതുരംഗത്തും ഔദ്യോഗിക രംഗത്തും ആർക്കും ആക്ഷേപമില്ലാത്ത നിഷ്കളങ്കനായ ആ ചെറുപ്പക്കാരന്റെ തിരോധാനത്തിൽ നമ്മൾ വേദനിച്ച് കഴിയുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ ചിലരൊക്കെ ആശങ്കപ്പെട്ടു. എന്റെ സുഹൃത്തൊക്കെ പിന്നെ നമുക്ക് സമയം അതിക്രമിച്ചിട്ടില്ല, ഇനിയും സമയമുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് ഇതിനോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മൾ അപ്പലേറ്റ് കോടതി എന്നുള്ള നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നീതിപൂർവമായി ഇതിനോട് സമീപിക്കും എന്ന് തന്നെയാണ് കാണിക്കാറ്. വിക്ടിം ഇതുവരെ ഈ നടപടിക്രമങ്ങൾ അറിഞ്ഞിട്ടില്ല. അവർ നാളിതുവരെ തിരുവനന്തപുരത്ത് വന്നിട്ടില്ല. അവർ കുഞ്ഞുങ്ങളെ നോക്കി സംസ്ഥാന സർക്കാർ അവർക്ക് കൊടുത്ത ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റി അവർ കഴിയുകയാണ്. ഈ നിരന്തരമായ അട്ടിമറി അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവര് ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവരുടെ വേദന അറിയുമെന്നും സർക്കാർ അവർക്കൊപ്പം നിലകൊള്ളുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് സമയം അതിക്രമിച്ചിട്ടില്ല. നീതി പുലരുക തന്നെ ചെയ്യും. ബഷീറിനെ നിങ്ങൾക്കൊപ്പം ഞാനും ഈ 7ാം വാർഷിക ദിനത്തിൽ അനുസ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.